എൻ്റെ പേര് ബെന്നിച്ചൻ ലൂക്കോസ് എന്നാണ് മുഴുവൻ പേര്. ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഞാൻ. എൻ്റെ 2 കാലുകൾക്കും ഒരു കൈക്കും പോളിയോ ബാധിച്ചതാണ്. ബാല്യത്തിൽ തന്നെ പോളിയോ വന്ന 1 വയസ്സിന് ശേഷം വന്നതാണ്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, ഈ പിതാവുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു 1993 മരിച്ചു. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചയച്ചു. അവർക്ക് 2 മക്കളെ, ഭർത്താവ്. 4.5 വയസ്സ് മുതൽ ഞാൻ മേഴ്സി ഹോമിലായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മേഴ്സി ഹോമിൽ ചെന്നതാണ്. SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എന്നെ കണക്ക് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവരിലൊരാളായിട്ടാണ് ഞാനും ചെല്ലുന്ന സാഹചര്യത്തിൽ സിസ്റ്റേഴ്സ് നമ്മളെ മക്കളെപ്പോലെ തന്നെ നമ്മളെ ചെന്ന് സ്വീകരിക്കുക, അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് തന്നെ അവർ നമ്മളെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാല്യത്തിൻ്റെതായ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ചെല്ലുന്നതല്ലേ, പുതിയൊരു സംവിധാനത്തിലോട്ട് ചെല്ലുമ്പം ഒരു കുട്ടിക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടും ചെല്ലുന്നത്. പക്ഷേ അവർ നമ്മളെ കെയർ ചെയ്ത് നമ്മളെ എടുത്തുകൊണ്ട് നടന്ന്, ഒരു അമ്മ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെ കൊണ്ട് നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന്. അന്ന് ഞാൻ ചെല്ലുമ്പം സിസ്റ്റർ ലിസി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ മരിയല്ല അമ്മയുണ്ട്, ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്. പേരെല്ലാവരുടെയും ഓർത്തിരിക്കുന്നില്ല, എങ്കിലും അവരെയൊക്കെ നന്നായിട്ട് ഓർക്കുന്നു. ഈ സിസ്റ്റേഴ്സ് നമ്മുടെ സ്കൂളിലേക്കാക്കി, പാറയം സ്കൂളിലേക്ക് 1ാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചു. ഈ പഠന സമയത്തൊക്കെ ധാരാളം കുട്ടികളൊക്കെ നമ്മളെ സഹായിക്കുകയും കരുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പഠനം കഴിഞ്ഞ് നേരെ ബൈൻഡിങ് ആൻഡ് പ്രിൻറ്റിങ് പഠിക്കാൻ പോയി. ബൈൻഡിങ് ആൻഡ് പ്രിൻറ്റിങ്ങിൽ പഠിക്കാൻ തിരുവല്ലയിലാണ് പോയത്. അവിടെ ഒരു കാർത്തിക നായർ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത്. അവിടെ ചെല്ലുമ്പോഴത്തേന് ഒരു ബന്ധമില്ല ഞാനിവിടെ പഠിച്ച സ്ഥലമായിട്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവതുള്ളവർക്ക് വേണ്ടി കണ്ടുപിടിച്ചതുപോലെ ഇരിക്കുന്നത് സെൻറ്റർ. അവിടെ ചെല്ലുമ്പോൾ ഡെഫ് ആൻഡ് ഡെമോ കുട്ടികളൊക്കെയാണ് കൂടുതലും. അവിടുത്തെ സാഹചര്യത്തിൽ ഒത്തുപോകാൻ ഭയങ്കര പാടായിരുന്നു. എങ്കിലും ആ ത്യാഗമൊക്കെ സഹിച്ച് അവിടെ പഠനം ആരംഭിച്ച സമയത്ത് 1 വർഷം ആവുന്നതിനപ്പുറം എൻ്റെ അപ്പച്ചൻ്റെ അപകടത്തിൽ മരണം നടന്നു. അതൊരു ഏറെ സങ്കടമായിപ്പോയി. ഇനി വീട്ടിൽ അമ്മയും പെങ്ങളും മാത്രം മിച്ചമായി. അവരെങ്ങനെ മുന്നോട്ട് പോകും, ഞാനെങ്ങനെ ഈ പഠനം പൂർത്തിയാക്കും, ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ അന്ന് ഈ തിരുവല്ലയിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ സഹായകരമായിട്ട് എന്നെ കൂടെ നിൽക്കുകയും ഞാൻ പഠിച്ചു തീരാൻ വേണ്ടി എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു. സാമ്പത്തികമായിട്ടായാലും കൊള്ളാം, മറ്റ് സഹായങ്ങൾക്കായാലും എല്ലാവരും കൂടെ നിന്നു. അത് പഠനം പൂർത്തിയാക്കി വന്നു. അപ്പോഴൊക്കെ ആകെ ഒരു വിഷമം, ഇനി എന്തെന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തമായി സ്ഥലമില്ല, ഒരു വീടില്ല, ഒന്നുമില്ല. വട്ടപൂജ്യത്തെ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ വന്ന് ജോലിയിൽ അടുത്ത പ്രസ്സുകളിലൊക്കെ പോകും, കൊച്ചു ജോലികളൊക്കെ ചെയ്യും. അന്ന് ശമ്പളം പറഞ്ഞാൽ 15-16 രൂപയാണ് അന്നത്തെ ശമ്പളം. പക്ഷേ നോർമലി ഒരാൾക്ക് 100 രൂപ കിട്ടുന്നുണ്ട്. ഒരു ഡിസേബിൾഡ് ആയതുകൊണ്ട് ശമ്പളം പോരാ, കാരണം നമ്മൾ മറ്റുള്ളവരൊപ്പം എത്തുന്നില്ല അവർ നോക്കിയിട്ട്. എന്നാൽ അവർ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യണം. പക്ഷേ അതൊന്നും വിഷയമല്ലായിരുന്നു. എനിക്ക് ജോലിയുടെ വലിയ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയ പ്രസ് തുടങ്ങാൻ ആഗ്രഹമാണ്. പല പ്രസ്സുകൾ ജോലിക്ക് പോകുമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ചങ്ങനാശ്ശേരി ആർത്തഡോക്സിൻ്റെ മാർത്തമ്മ വിദ്യാനികേതനിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് അന്നത്തെ അവിടുത്തെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഇന്നത്തെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഡെവലപ്മെൻറ്റ് എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ പോയി ചോദിച്ചിട്ട് എന്നെ വരാൻ പറഞ്ഞു. അന്ന് നാട്ടിലൊക്കെ ശമ്പളം 40 രൂപയാണ്, കഷ്ടി 40 രൂപ കിട്ടാറുള്ളൂ. അദ്ദേഹം പറഞ്ഞു എത്ര രൂപയാണ് വേണ്ടത്, ഞാനൊന്നും പറഞ്ഞില്ല. എന്നിപ്പം ഒരു 100 രൂപ അന്നത്തെ കാലത്ത് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. ആ ഒരു ബന്ധം ഒരു 3 വർഷക്കാലം ആ മാർത്തമ്മ വിദ്യാനികേതൻ ലൈബ്രറി, പ്ലാസറച്ചൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ്. ആ ലൈബ്രറി മൊത്തം ഡെവലപ്പ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് പുസ്തകങ്ങളെല്ലാം ഓർഡറാക്കി, പീരിയോഡിക്കൽസ് എല്ലാം ഓർഡറാക്കി. വളരെ ഇപ്പോഴും പുസ്തകങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ നമ്മുടെ പിതാവുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായി. അദ്ദേഹം വൈദികനാണെങ്കിലും എൻ്റെ സഭാസംബന്ധമായ സംശയങ്ങൾ, ദൈവത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എന്നും രാവിലെ അദ്ദേഹത്തോട് പോയി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പറയും അതങ്ങനെയല്ല, അതിങ്ങനെയാണ്. അദ്ദേഹം പഠിച്ചതും ഞാൻ പഠിച്ചതും രണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം പറയും അതങ്ങനെ ചിന്തിക്കല്ലേ, അതിങ്ങനെ, ഇത് ദൈവികമായിട്ട് ചിന്തിക്കാറുണ്ട്. അതിന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അത് ഉത്തരവില്ല. അപ്പോൾ എൻ്റെ സംശയങ്ങൾ സാധാരണ ഒരു കുട്ടിക്കുണ്ടാകുന്ന സംശയങ്ങളല്ലേ എനിക്കൊന്നും ഉണ്ടാവുള്ളൂ. ആ സംശയങ്ങൾക്കെല്ലാം അദ്ദേഹം ന്യായമായ ഉത്തരം പറയുമായിരുന്നു. അതുപോലെ സഭാസംബന്ധമായ ചർച്ചകൾ അതൊക്കെ നടത്തും. ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു, ഞാൻ വീട് വെക്കുന്ന സമയത്ത് കൂടെ എല്ലാത്തിനും സഹായമായിട്ട് അദ്ദേഹം നിൽപ്പുണ്ടായിരുന്നു. അനേകം സഹായിച്ചു കേട്ടോ. എൻ്റെ സ്വന്തം അധ്വാനം എന്തുകൊണ്ട് മാത്രമൊന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടാണെങ്കിലും അന്ന് വീട് വെഞ്ചരിച്ച് തരാനും കല്ലിട്ട് തരാനൊക്കെ അദ്ദേഹം തന്നെ മുന്നിൽ വന്നത്.
ഇപ്പോഴും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ജീവിതത്തിലെ വഴിത്തിരിവുകളെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പ്രസ് ആരംഭിച്ച സമയത്ത് കുറച്ച് ഭിന്നശേഷിക്കാരെ കൂടെ കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ തന്നെ ജോലി ചെയ്താൽ പോരാ, അവരും അന്ന് വീട്ടിൽ തന്നെ 5 പേര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 5 പേര് അവരുടെ കൊച്ചു ആവശ്യങ്ങൾക്കുള്ള പണമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ ജോലിയിൽ നിന്ന് സംഘടിപ്പിച്ച് കൊടുക്കാം. അത് പിന്നീട് ലയൺസ് ക്ലബിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് മാറി, അവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറി. ലയൺസ് ക്ലബിൻ്റെ ഹോളിലായിരുന്നു. അവിടെ ഞാൻ ധാരാളം വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പോഴും എൻ്റെ അനേക സഹായികളും എൻ്റെ സുഹൃത്തുക്കളും അന്ന് ആ ക്ലബിൽ പരിചയപ്പെട്ട സാറന്മാരൊക്കെ തന്നെയാണ്. അവരൊക്കെ ഇപ്പോഴും സഹായിക്കാറുണ്ട്, എന്നെ ഇപ്പോഴും കാണാൻ വരാറുമുണ്ട്. ഒരു 8 വർഷം മുമ്പ് സ്വതന്ത്രമായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സംവിധാനത്തിലേക്ക് മാറുകയുണ്ടായി. ആ പ്രസ്ഥാനത്തിൽ 12 പേരുണ്ടായിരുന്നു. പക്ഷേ ഭിന്നശേഷിക്കാരുടെ കൂടെ തന്നെ ബുദ്ധിമാനുള്ള കുട്ടികളെ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് അവർ കുറേ പേര് മാറി. എങ്കിലും ഇപ്പോഴും 6 പേരോളം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ 6 കുടുംബങ്ങളും സുരക്ഷിതമായിട്ട് ജീവിക്കണം. ഈ 6 കുടുംബങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ആവശ്യമാണ്. ഒരു വ്യക്തി സ്വയം പര്യാപ്തം സ്വന്തം തൊഴിലിലൂടെയാണ്. അല്ലാതെ ആരെങ്കിലും ഒരു പരിധിക്കുള്ളത് ഒരാളെ സഹായിച്ചിട്ടൊന്നും ആരും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരാളെ സഹായിച്ചാൽ സഹായിക്കുന്ന ആൾക്ക് പരിമിതിയുണ്ട്, സഹായം മേടിക്കുന്ന ആൾക്ക് മാനക്കേടും ഉണ്ടാവും. പക്ഷെ അയാൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കൂടെ അയാളെ സഹായിച്ച സന്തോഷം കിട്ടും. അതായത് അയാൾ 100 രൂപയുടെ ഒരു മെഴുതിരി ഉണ്ടാക്കി, ആ മെഴുതിരി ഒരു വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ 200 രൂപ കൊടുത്താൽ അയാൾക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ അയാൾ ആ വീടിൻ്റെ വാതിൽക്ക് പോയി 100 രൂപയായിട്ട് മേടിക്കാൻ നിൽക്കുമ്പോഴേക്ക് നാണക്കേടാം. അപ്പോൾ അതുപോലെ ശരിക്കും ഈ ഒരു മേഖല കുറെ കൂടി ഡെവലപ്പ് ആക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ് കൊടുക്കുന്നതും. ആ കൊടുത്തതിന് അവർക്ക് നമ്മൾ വാക്കുകൊണ്ടും പറയും, നിങ്ങളിങ്ങനെ ആകണം, നമ്മളിങ്ങനെ ആകണം, നമ്മൾ സ്വയം പര്യാപ്തമാകണം എപ്പോഴും പറയാറുണ്ട്. ഇതിന് പറയുന്നത് നമ്മുടെ പ്രസി വന്നിട്ട് അനേക ആൾക്കാർ സ്വന്തം ആവശ്യങ്ങൾ നടത്താനും ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ എല്ലാവരും പഠിച്ചു. ഇപ്പം ചെവി കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടിലെ മെയിൻ വരുമാനം ഇവിടുന്ന് കിട്ടുന്ന പൈസയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് മാറി. ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ പ്രകാശം കൂടെ കൊടുക്കാൻ പറ്റണം. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവമാണ്. അപ്പം ഞാൻ പറയും, എനിക്ക് 2 കാലും ഒരു കൈ പാടില്ല, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിവില്ലേ, എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സംസാരം എല്ലാവരും ഉണ്ടാകാറുണ്ട്. പിന്നെ ജീവിതത്തിൽ വഴിത്തിരിവുകളൊന്നും ഒത്തിരി വഴിത്തിരിവുകളാണ്. എൻ്റെ വിവാഹം ഒരു വലിയ വഴിത്തിരിവാണ്. 2005 കല്യാണം കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. എന്നെ സംബന്ധിച്ച് 2 കാലുകൾക്ക് സ്വാധീനമില്ലാത്ത എന്നെ കല്യാണം അത്ര എളുപ്പമൊന്നുമല്ല. എളുപ്പമല്ലെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ഒരാൾ വരണം, നമ്മളെ ഉൾക്കൊള്ളുന്ന ആൾ വരണം. ഉൾക്കൊള്ളുന്ന ആളുകൾ പലരും കാണാം. ആ സാഹചര്യത്തിൽ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ കല്യാണ സാഹചര്യം വരുമ്പോൾ ആളുകൾ ഒരു പക്ഷേ പെൺകുട്ടികൾക്ക് തന്നെ സമ്മതക്കുറവൊന്നും കാണത്തില്ല. അപ്പോഴവർ പറയും, അയ്യോ പാലും കൈ വയ്യാത്ത ആളാണ് കിട്ടുന്നത്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്ന ചിന്തയിലൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ ജീവിതത്തിൽ മരിയോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കാണാം അങ്ങനെ. അപ്പം ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനോട് സംസാരിക്കും. SH നമ്മുടെ ചങ്ങനാശ്ശേരി SH ഗവൺമെൻറ്റിലെ സിസ്റ്റർമാരോട് പറയുമായിരുന്നു, അവരുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിരമ്പുഴയിലെ അവരുടെ മഠത്തിലുണ്ടായിരുന്ന മരിയ കാരുണ്യഭവന്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇങ്ങനെ മരിയെ കണ്ടു, സംസാരിച്ചു. എന്നോട് ഇങ്ങനെ ആളുണ്ട്, നിങ്ങൾ സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി വെച്ച് എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നിരങ്ങിയാണ് നടക്കുന്നത്, കാലുപാടില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം ഒരാളെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. മഠത്തിച്ച സിസ്റ്റേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പെരുന്നോട്ടം പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പം ബന്ധുമിത്രാദികളെ സംബന്ധിച്ച് ഭാര്യ വീട്ടിൽ നിന്ന് ബന്ധങ്ങളില്ല എന്നുള്ളൊരു പ്രശ്നം പറയും. എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് വലിയ ബന്ധങ്ങളോട് ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഒരു ബന്ധമില്ലാത്തവരാണ് ഞാൻ. ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ബന്ധുക്കൾക്ക് അങ്ങനെ എതിർപ്പ് ആർക്കും ഒന്നുമില്ല. സഹോദരിക്കോ ഭർത്താവിനോ മക്കൾക്കോ അവർക്കൊക്കെ സന്തോഷം മാത്രം. അപ്പോൾ അങ്ങനെ പിതാവ് തന്നെയാണ് കല്യാണം കഴിപ്പിക്കാൻ വെല്ലുവിളിയിലെത്തുകയും അന്ന് മെത്രാനായി അദ്ദേഹം വെല്ലുവിളിയിലെത്തി ഞങ്ങളുടെ കല്യാണമൊക്കെ ആശീർവദിച്ചു. അദ്ദേഹത്തോടൊപ്പം 5 വൈദികരും ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് കല്യാണമൊക്കെ ആശിച്ചു. അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വന്നു. മനോരമ, ദീപിക, മാതൃഭൂമി എല്ലാ പത്രത്തിലൊന്ന് ഭിന്നിച്ച് വിവാഹം കഴിക്കുന്ന വാർത്തയൊക്കെ വന്നു. അങ്ങനെ ആ ഒരു സന്തോഷം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് തന്നെ പോകുന്നു. ഒരു സത്യസന്ധമായിട്ട് കാര്യം, ഒരു ദിവസം പോലും വഴക്കുണ്ടാക്കി ഉറങ്ങുമോ, പിണങ്ങി ഒരു ദിവസം മിണ്ടാതിരിക്കുകയോ ഒന്നും വരെ ഉണ്ടായിട്ടില്ല. ഈ 19 വർഷക്കാലം. ഈ 19-ാം തീയതിയാണ് ഞങ്ങളുടെ 19ാം വിവാഹ വാർഷികം. അപ്പോൾ അന്ന് വരെ ഒരു ദിവസം പോലും വഴക്കുണ്ടാക്കിപ്പോൾ ഇരിക്കുവോ, പിണങ്ങി മിണ്ടാതെ നടക്കുമോ, അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഉള്ളതുപോലെ സംസാരിക്കുക, സ്നേഹമുള്ള കാര്യങ്ങളോ ഇഷ്ടമുള്ള കാര്യങ്ങളോ പങ്കുവെക്കുക. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറയും, ഇന്ന ചെയ്തു. ഒരു കാര്യത്തിൽ എതിർക്കാറില്ല. കാരണം
അത് നീതിയാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൈസ പോകുമല്ലോ, നമ്മുടെ കയ്യിലെ പൈസ ഇറക്കിയിട്ട് അങ്ങനെ സഹായിക്കേണ്ട, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അനേകം തവണ ആവശ്യങ്ങൾക്കായിട്ട് മരിയ ഉപയോഗിക്കുന്ന സ്വർണ്ണമാണെങ്കിലും അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ചെറിയ പൈസകളാണൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഒരിക്കലും പരിഭവം പറഞ്ഞിട്ടില്ല, അയ്യോ നഷ്ടമായി പോയല്ലോ, എന്നാൽ നമ്മുടെ പൈസ പോയല്ലോ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കൂടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ സപ്പോർട്ട് വേണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് വേണം, നമ്മുടെ ജീവിതത്തിൽ സപ്പോർട്ട് വേണം. ഒരു ഭാര്യ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ശരിക്കും എൻ്റെ ജീവിതത്തിൽ സന്തോഷവും വിജയം തന്നെയാണ്. പിന്നെ അമ്മച്ചിക്ക് തീരെ വയ്യ, അമ്മച്ചി കിടപ്പിലാണ്. അമ്മ 2-3 വർഷം തീരെ അവശതയാണ്. അമ്മയ്ക്ക് സ്വീകരിപ്പെടുന്ന ഒരു അസുഖമുണ്ട്. അമ്മ ഇപ്പോഴും പെരക്കകത്ത് ചുമയും വയ്യാഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അമ്മയെ സംബന്ധിച്ച് എന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിയ ആളാണ്. എന്നെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോവുകയും എന്നെ സ്കൂളിലാക്കാൻ നേരവും അല്ലെങ്കിൽ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് ഒരു 71 വയസ്സായി. പക്ഷേ ഒരു 95 വയസ്സിൻ്റെ അവശതയായിപ്പോയി. അമ്മ എപ്പോഴും കിടപ്പാണ്, ശ്വാസം മുട്ടലുണ്ട്, ഓക്സിജൻ മെഷീൻ്റെ സഹായമൊക്കെ ഉണ്ട്. അമ്മയും വളരെ വിഷമിച്ചാണ് ജീവിക്കുന്നത്. അമ്മയെ രാത്രി പലതവണ വിളിച്ച് ബഹളം ഉണ്ടാക്കുമ്പോഴൊക്കെ മരിയ ഒരു പരിഭവം പറയാതെ തന്നെ എണീറ്റ് പോകും. ചില ദിവസം 8-10 പ്രാവശ്യം രാത്രി എണീറ്റ് അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ, എണീപ്പിച്ചിട്ടാനൊക്കെ ആയിട്ട് പോകണം. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാഗ്യമാണ് സന്തോഷമാണ്. സന്തോഷവും സമാധാനം അയാളുടെ ഭാഗ്യം. അത് ദൈവം കൊടുത്താലേ സന്തോഷവും സമാധാനവും കിട്ടത്തുള്ളൂ. അത് ശരിക്കും എനിക്ക് ജീവിതത്തിൽ കിട്ടാറുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളെ വേദനകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അനേകം വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലെ 8 ഓപ്പറേഷനോളം കഴിഞ്ഞ ആളാണ്. ലാസ്റ്റ് വന്നിട്ട് ഇപ്പം പെടലിയിലെ ടൈറ്റാനിയം ഇട്ടിരിക്കുകയാണ്. പെടലിയിലെ സ്റ്റീലിൻ്റെ ടൈറ്റാനിയം ഡിസ്കുകൾ ഉപയോഗിച്ചാണ് പെടലിൽ ഇപ്പോൾ ഈ അനങ്ങുന്നൊക്കെ. അതിനകത്ത് സ്ക്രൂവും ഡിസ്കും പ്ലേറ്റും എല്ലാം ചേഞ്ച് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ആ ഓപ്പറേഷനൊക്കെ ഭീകരമായ ഓപ്പറേഷനായിരുന്നു. അതൊക്കെ വളരെ വേദനാജനമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ വേദന അതായിരുന്നു എന്ന് വേണം പറയാം. എൻ്റെ അനുഭവിച്ചതിനകത്ത് അതിനകത്തുനിന്നൊക്കെ അതിജീവിച്ചു കേട്ടോ. ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെ. ഇപ്പോഴും എന്നും വേദനകളിലൂടെ ജീവിക്കുന്നത്. വേദനകളുള്ളതുകൊണ്ടായിരിക്കാം ഒരാൾ സങ്കടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അലിവ് വരും. ആ അലിവിലൂടെയാണ് നമുക്ക് ശരിക്കും ദൈവത്തെ കാണാൻ പറ്റുന്നത്. കാരുണ്യപ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് എങ്ങനെ ഇത് ചെയ്യുമ്പം പരിഭവമില്ലാതെ ചെയ്യാൻ പറ്റണം. അതിന് ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോഴൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്താൽ മതി, എളുപ്പമാണ്. കാര്യങ്ങൾക്ക് നിയമപരമായിട്ട് നമുക്ക് സഹായം കിട്ടും. അങ്ങനെയാണ് ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു പേരിൽ 2009 ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ഞാനും ഭിന്നശേഷിക്കാരായ ബാക്കി 6 പേര് ചേർന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു, എങ്ങനെ നടക്കും, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് എളുപ്പമുള്ള കാര്യമല്ല. വിമർശനങ്ങൾ ഇഷ്ടം പോലായിരുന്നു. ഒരിക്കലും നടക്കത്തില്ല എന്നാണ് 90% പേര് വിശ്വസിച്ചത്. പക്ഷേ ഒരു കർത്താവ് ഒരാളെ മുന്നോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചാലേ അതിനകത്ത് ഒരു 1000 പേര് എതിർത്ത് നിന്നാലും അത് നടത്തും. ആ 2009 തുടങ്ങിയിട്ട് ഇപ്പോൾ 2024 എത്തുമ്പോഴത്തേക്കിന് ഏതാണ്ട് 12 ഭവനങ്ങൾ പൂർണ്ണമായിട്ട് പണി നൽകാൻ സാധിച്ചു. 5 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചു. ഫുൾ ചെലവില്ല. അതുപോലെ അനേകം കിടപ്പ് രോഗികൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു. പെൻഷൻ പദ്ധതി തുടങ്ങി. ഇപ്പോൾ 14 വർഷമായിട്ട് ഒരു 60ഓളം കിടപ്പ് രോഗികളെ സ്പോൺസർ ചെയ്ത് അവർക്കുള്ള പെൻഷൻ നൽകും. കിടപ്പ് 500 രൂപ 1000 രൂപ, അത് അറേഞ്ച് 500 മുതൽ 1000 വരെ. അപ്പോൾ എല്ലാ മാസം മണിയോട്ടായിട്ട് അയച്ചു കൊടുക്കും. കുറേ പേർക്ക് ബൈ ഹാൻഡ് കൊടുക്കും. ഈ ഒരു അവസരത്തിൽ അനേകം ആളുകളുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരെ കുറേ പേരെയൊക്കെ അതിനകത്ത് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് രൂപീകൃതമായിട്ട് നമ്മൾ 12ഓളം വീടുകൾ നിർമ്മിച്ച് നൽകി. ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന ഒരു 1.5 സെൻറ്റ് സ്ഥലത്ത് ഒരു 300 സ്ക്വയർ ഫീറ്റ് കുഞ്ഞു വീട്ടിലാണ്. അന്ന് അമ്മ രോഗിയാണ്. അമ്മയെ കൊണ്ട് ആശുപത്രിയിൽ പോകണം. ആ വീട്ടിലേക്ക് നല്ലൊരു വഴിയില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ബെന്നിച്ചൻ ഇനി എന്നാ വീട് വെക്കുക. 12 വീടുകൾ നിർമ്മിച്ചതിന് ശേഷമാണ് ബാങ്ക് ലോണൊക്കെ എടുത്ത് ഇപ്പം ഞാൻ ഇരിക്കുന്ന വീട് നിർമ്മിച്ചത്. പിന്നെ ഈ ഒരു ട്രസ്റ്റ് രൂപീകൃതമായിട്ടും അനേക ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഒരിക്കലൊരു ടീച്ചർ വിളിച്ചു പറയുന്നു, ഒരു കുട്ടി സംസാരിച്ചു കൂടെ പറഞ്ഞു, അവരുടെ കുടുംബം ആത്മഹത്യയുടെ വക്കി നിൽക്കുകയെന്ന് പറഞ്ഞു. അവരുടെ അപ്പന് തീരെ വയ്യ, അരയ്ക്കതായിട്ട് പുള്ള തളർന്നു പോയി. ഒരു അസുഖം, മസ്കുലർ പ്രോബ്ലം വന്നതാണ്. നട്ടലൊക്കെ തളർന്ന് താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുക. ഒരു രാത്രി 9:30 മണിക്ക് ഇവിടുന്ന് പാലായ്ക്കപ്പുറത്തെ ഒരു സ്ഥലം തപ്പി പോവുക. ഒരു 5 മണിക്ക് ഇവിടുന്ന് പോയി, 9:30 മണിക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേനാണ് അവിടുത്തെ സാഹചര്യമൊക്കെ അറിയുന്നത്. ഒരു നിർധന കുടുംബം, ഒരു കോളനി, ഒരു ചെറിയ വീട്. അതിനകത്ത് അമ്മ, അപ്പൻ, 2 മക്കൾ, ഒരാണ്, ഒരു പെണ്ണ്. ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. വിളക്കമാട് എന്ന സ്ഥലപ്പേര്. വിളക്കമാട് എന്നൊരു ഗ്രാമം എങ്ങനെ തപ്പിപ്പിടിച്ചൊന്നും എനിക്കറിയാം. ഇപ്പം എന്നോട് പോകാൻ പറഞ്ഞു, ഞാൻ ആ സ്ഥലത്ത് പോകത്തില്ല, എനിക്കറിയത്തില്ല വഴിയൊന്നും. ആ രാത്രി എൻ്റെ സുഹൃത്ത് സച്ചിൻ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറും അദ്ദേഹം 2 ആൾക്കാരെയൊക്കെ വണ്ടിയൊക്കെ വിട്ടു തന്നു. ഇപ്പോഴും അവരൊക്കെ സഹായികളാണ്, വളരെ സഹായികളാട്ടോ. അപ്പം ആ രാത്രി ആ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ തപ്പിച്ചെല്ലുക.
ഞങ്ങൾ തപ്പിച്ചെന്നു. ആ മനുഷ്യൻ തളർന്നിരിക്കുന്ന മനുഷ്യനെ കണ്ടു. അവരുടെ വീടിൻ്റെ ദയനീയ സ്ഥിതി എന്ന് വളരെ പരിതാപകരം. അത് കണ്ട് സങ്കടത്തിലാണ് ഞാൻ പോരുന്നത്. ഞാൻ പറഞ്ഞു, കൊണ്ടുവന്ന സാധനങ്ങളെല്ലാവരും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉടനെ വരാം, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണം, ബാത്റൂമൊക്കെ ഉണ്ടാക്കണം, പേരയൊക്കെ തേക്കണം, കതകിടണം, ജനലിടണം. ആ വീട് കണ്ടപ്പോൾ ഒത്തിരി എന്തൊക്കെ ചെയ്തു കൊടുക്കണം തോന്നി. അതെല്ലാം അതിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പേര് വെളിപ്പെടുത്തിയ വഴക്ക് പറയുന്നതുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹത്തിനോട് പറഞ്ഞ് കഥകളെല്ലാം. അദ്ദേഹം ധൈര്യമായിട്ട് ചെയ്തു, എന്നെ വെള്ളം ചെയ്തു കൊടുത്തു, പൈസയൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആ വീട് പണിയൊക്കെ ആരംഭിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, സാർ അന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്തേനെ. കാരണം എല്ലാ വഴികളും അടഞ്ഞു. 25 രൂപ പോലും ഇനി കടം മേടിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായി. അയൽവാസികളിൽ ആരോടും ഇനി കടം മേടിക്കാനില്ല, അവരുടെ ഒരു വീട്ടിൽ നിന്ന് ചോദിക്കാനുമില്ല, ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല കിട്ടാൻ. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ഒഴിവാക്കി. അങ്ങനെ വീട് റിപ്പയർ ചെയ്തു, അദ്ദേഹത്തിന് പറ്റിയ നല്ലൊരു ബാത്റൂം, ആ വീട്ടിൻ്റെ മോട്ടർ വെച്ചു, ഒരു ടാങ്ക് മേടിച്ചു, ഒത്തിരി ജോലികൾ ചെയ്തു. എനിക്കൊന്ന് അന്ന് സമയത്ത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്തായതാണ്. ഞാൻ ഈ ജോലിയെല്ലാം തീർത്തിട്ട് ആ വ്യക്തിയെ കാണാൻ ചെന്നു, എന്നെ സ്പോൺസർ ചെയ്ത ആളെ. അന്നപ്പോഴൊക്കെ പൈസ കടം കിട്ടി, കുറച്ച് കയ്യിൽ നിന്നൊക്കെ പൈസ മുടക്കി. എനിക്ക് ബില്ല് കൊടുക്കാൻ ഭയങ്കര പേടി. അയാൾ ഓർക്കത്തില്ല, ഒരു വീട് റിപ്പയർ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഇത്രയും പൈസ ചിലവാക്കിയോ. ഞാൻ വളരെ സങ്കടത്തിലാണ് ചെന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, ബില്ലെല്ലാം കൊടുത്തു. എല്ലാം തിരിച്ചും മറിച്ചെല്ലാം നോക്കി ബില്ലെല്ലാം വാങ്ങിയിട്ട് അകത്ത് ഒരു ചെക്ക് എഴുതി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് പൈസ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഇട്ടുണ്ട്, മാറിയെടുത്തു എന്ന് പറഞ്ഞു. ഇത് കൂടുതൽ സന്തോഷമുണ്ടോ? ഇനി അദ്ദേഹം തന്നില്ലെങ്കിൽ പോംവഴികളൊക്കെ ഞാൻ കണ്ടുവച്ചായിരുന്നു. അദ്ദേഹം പറയും, ഞാൻ വിചാരിച്ചു 50 രൂപ ആകത്തുള്ളൂ, അല്ലെങ്കിൽ 25,000 രൂപ ആകത്തുള്ളൂ എന്ന് വിചാരിച്ചു എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം സ്വർണ്ണം വില കൊണ്ട് വിൽക്കാം, പണയം വെക്കുകയൊക്കെ ചെയ്യാം എന്ന് കരുതി വെച്ചത്. പക്ഷെ അദ്ദേഹം ആ മുഴുവൻ പൈസയും തന്നു. ആ കുടുംബത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയി. ഇത് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരാളിങ്ങനെ മെസ്സഞ്ചറിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ മെസ്സഞ്ചറിന് ചോദിച്ചു എന്നാ പറ്റി. അപ്പോൾ അദ്ദേഹം പെയിൻ്റ് അടിക്കാരനാണ്, റാന്നിക്കാരനാണ്. അദ്ദേഹം പെയിൻ്റ് അടിക്കുന്ന ഇടയ്ക്ക് വീണ് കാലൊടിഞ്ഞ് കിടക്കുക. അദ്ദേഹം ഭാര്യ ഒരു കുഞ്ഞു കൊച്ചു കൊണ്ടു, വളരെ ദാരിദ്ര്യമാണ്. സങ്കടം മൂത്തപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടാ. പക്ഷേ ആ പോസ്റ്റ് അദ്ദേഹത്തിന് അനുഗ്രഹമായി. അദ്ദേഹത്തിന് എണീറ്റ് കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടുന്നിടം വരെ അദ്ദേഹത്തിന് വലിയ പലർക്കും ചിലവും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുത്തത്. ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്കൊക്കെ ഫോണൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നന്ദി പ്രതീക്ഷിച്ചിങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഒരു ഫീൽഡ് അങ്ങനെ നമ്മൾ ആരും നമുക്ക് നന്ദി പറയും, നമ്മളോട് സന്തോഷമായിട്ട് ഇടപെടും. ആദ്യ കാലത്തൊക്കെ ഉണ്ടല്ലോ ബ്രദറെ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവരൊക്കെ നമ്മളെ വിളിക്കും എന്ന് സന്തോഷം പറയും. കുറച്ചു കാലം കഴിഞ്ഞ് ഞാനൊരു വൈദികനുമായിട്ട് ഈ സംഭവം പങ്കുവച്ചു. ആർക്കും നന്ദിയൊന്നുമില്ല, ഇവരാരും വിളിക്കത്തൊന്നുമില്ല. അപ്പം ചോദിച്ചു, നന്ദിക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്? അപ്പം ചോദിച്ചു, അല്ല അവർ വിളിക്കണ്ട, നീ കർത്താവിന് ശുശ്രൂഷ ചെയ്യുമല്ലേ, അപ്പം നന്ദിയൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നന്ദിക്ക് വേണ്ടിയാണെങ്കിൽ എന്നൊക്കെ കാര്യമുണ്ട് വേറെ. അപ്പോൾ ഒരു നന്ദിയോ ചിരിയോ ഒന്നും പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്നവനായി മാറണം. ഇതൊരു 12 വർഷമായി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊരു പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. ഒന്ന് നമ്മളെ സഹായിക്കുന്ന പലരാണ്. ഇപ്പം എൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതായിരിക്കും, പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ, എന്നെ കണ്ടുമുട്ടിയവരെ, എന്നെ അനേക ആൾക്കാർ ഇപ്പോഴും സഹായിച്ചിട്ടായി ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ചിലപ്പോഴവർക്കും കൊടുക്കുന്ന ആൾക്കാണോ വാങ്ങുന്ന ആൾക്കാണോ സന്തോഷമെന്ന്. 100% ആൾക്കാർ പറയും വാങ്ങുന്ന ആൾക്കാരിന്. സത്യത്തിൽ കൊടുക്കുന്ന ആൾക്കാർ സന്തോഷം, നമ്മളാ സന്തോഷം അനുഭവിക്കേണ്ടത്. ആ ഒരു സന്തോഷം കിട്ടുമ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിന്ന് ജോലി ചെയ്യുന്നു തോന്നുക. ഒരിക്കലും നമുക്ക് ഒരാളെ സഹായിച്ച് അവരെ പൂർണ്ണമായിട്ട് സംതൃപ്തിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് താൽക്കാലികമായിട്ട് അതിന് സന്തോഷം കിട്ടും. ട്രസ്റ്റ് അനേകരിലോട്ട് കാരുണ്യപ്രവർത്തനം നടത്തുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. COVID-19 വരുന്ന സമയത്ത് നമ്മൾ പ്രസ്സൊക്കെ അടച്ചു പൂട്ടേണ്ടി വന്നു. ലോകം മുഴുവൻ പട്ടിണി, ദാരിദ്ര്യം, ഇല്ലായ്മ. ആ സമയത്ത് ശരിക്കും ദൈവം നമ്മളൊരു ഉപകരണമാക്കുമായിരുന്നു. അനേക വീടുകളിലേക്ക് പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോകും. പെങ്ങളുടെ മോന് മക്കൾ രണ്ടു വന്ന് അവിടെ ഉണ്ട്, പ്രിൻസ്. അവൻ്റെ ചാക്ക് കെട്ടുന്നകത്ത് അരി പലചരക്കെല്ലാം വാങ്ങി കൊടുത്തു വിടും. അന്ന് പ്രസ്സിൽ ഒരു 2-3 പ്ലാവൊക്കെ ഉണ്ട്. അതിൻ്റെ ചക്കയൊക്കെ വെട്ടി അടത്തി അവിടെ ഇരുന്ന് ഞങ്ങൾ ജോലിക്കാരെല്ലാം കൂടെ അടത്തി പാക്ക് ചെയ്ത് ഓരോ വീടുകളിലെത്തിക്കും. പിന്നെ അതിനുള്ള ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു വിടും. എവിടുന്നോ ആ സമയത്തൊക്കെ സഹായിക്കാൻ 1000 പേര് നിൽക്കുക, എന്നാ വേണം. അത് എന്നോട് ചോദിക്കുന്നുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു 10-12 ലക്ഷം രൂപയുടെ സഹായങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ചെയ്യാൻ സാധിച്ചു. ആ അവസ്ഥയിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ആളുകളെ താമസിപ്പിക്കുന്ന മെന്റൽ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പട്ടിണിയും വന്നു, ഒപ്പം തന്നെ കോവിഡും വന്നു. അപ്പോൾ അവർ വിളിച്ചു പറയും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിലെ മാർക്കറ്റിലെ കടകളിലെല്ലാം കയറി ഇറങ്ങും. അപ്പം ഞാൻ പറയാം, അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് അവർക്ക് ഭക്ഷണമില്ല, ഇത്തിരി ബ്രെഡ് തരാൻ പറ്റുമോ, ഇത്തിരി മുട്ട തരാൻ പറ്റുമോ, റെഡി ടു ഈറ്റ് വേണമല്ലോ, അവർക്ക് ആഹാരം ഉണ്ടാക്കാനും ആളില്ല, അപ്പോൾ ഇച്ചിരി ജാം തരാൻ പറ്റുമോ, ഓരോരുത്തർത്തും പോവും, ഏത്തക്കൊല തരാൻ പറ്റുമോ. സാറേ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. ഒരു വലിയ ലോറി നിറയാണ് ഈ സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. ഇപ്പം മല്ലപ്പള്ളി ശാലോകാരുണ്യ ഭവന്, നവജീവൻ ട്രസ്റ്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ വണ്ടി കണക്ക് സാധനങ്ങളാണ് അന്ന് കൊടുത്തു വിടുക. അവർക്കൊക്കെ ഒത്തിരി ഗുണമായിരുന്നു ആ സമയത്ത്. ബ്രെഡ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ജാം തേച്ച് കഴിക്കാം, കാപ്പിപ്പൊടി, പഞ്ചാര, പാൽപ്പൊടി എന്ന് വേണ്ട ഇതെല്ലാം.
അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എൻ്റെ 2000 രൂപയുണ്ട്, എനിക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റ് തരണം. ചങ്ങനാശ്ശേരിയിലെ TJ&Cs എന്നൊരു കട. അപ്പം ബെനിച്ചേട്ടൻ എത്ര വെട്ടി ബിസ്ക്കറ്റാണ് വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പയ്യനാ ഓടോസൻ, മോനെ എനിക്ക് ഈ 2000 രൂപയ്ക്കുള്ളതല്ല, അതിൽ കൂടുതൽ തരണമെന്ന് പറഞ്ഞു. ബെനിച്ചേട്ടൻ്റെ 2000 രൂപ കൈ വെച്ചോ, വേറെ എന്തിനേലും എടുക്കാം, ഒരു 10 വെട്ടി ബിസ്ക്കറ്റ് ഇങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു. ആ 10 വെട്ടി ബിസ്ക്കറ്റും ആ ലോറിക്കകത്ത് കയറ്റി തന്നു. അപ്പോൾ അത് 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് മുട്ടക്കട ചെല്ലും. അപ്പം ഞാൻ പറയും മുട്ട വേണം, അവർക്ക് അത്യാവശ്യം ആഹാരമാണല്ലേ. അപ്പം എത്ര മുട്ട വേണം? എൻ്റെ ഒരു 250 മുട്ടയുടെ പൈസ ഉണ്ട്, ഒരു 1000 മുട്ട എടുത്തോളൂ, 250 മുട്ടയുടെ പൈസ വേണ്ട, 1000 മുട്ട കൊണ്ടുപോകും. അപ്പം ഒരിക്കലും ഒരു കട ചെന്ന് ഇച്ചിരി തേയില ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്തിനാ? അപ്പോൾ ഞാൻ പി. തോമസ് ചേട്ടൻ്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ സഹായിക്കാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, പി. തോമസ് ചേട്ടൻ ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആവശ്യത്തിന് കിടക്കുന്ന സമയത്ത് പി. തോമസ് ചേട്ടന് എല്ലാ ദിവസവും അദ്ദേഹത്തിന് കഞ്ഞി ആഹാരമൊക്കെ കൊടുത്ത് അതുകൊണ്ട് 10 കിലോ തേയില കൊണ്ടുപോകും, ഒരു 10 കിലോ പഞ്ചാര എടുത്ത് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര അത്ഭുതമാണ് നടക്കുന്നത്. ഒരു വ്യക്തി ഒരു ഉപകരണമായിട്ട് മാറുക. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വലിയ ആത്മസംതൃപ്തി, കുളിരൊന്നുമില്ല പ്രത്യേകിച്ച്. കാരണം അവരൊക്കെ തന്ന സാധനം ഞാൻ കൊണ്ട് കൊടുത്തേ ഉള്ളൂ, എനിക്ക് കുറച്ച് പൈസ ആയിട്ടുള്ളൂ. പക്ഷെ വണ്ടിക്കാർ അതൊക്കെ കൊണ്ട് ഇറക്കി കൊടുക്കുമ്പോഴും അവരും അനുഭവിക്കുന്ന സന്തോഷം, ഇത് കാണുമ്പോൾ അവിടുത്തെ മാനസികമായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സന്തോഷം, അവർക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളെ, അങ്ങനെ എനിക്കൊന്നൊരു 4-5 വണ്ടി സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. അതിനൊക്കെ ദൈവം നമ്മളെ ഉപകരണമാക്കി. അതിനകത്ത് സ്വന്തം കഴിവെന്നോ സ്വന്തം ഇപ്പോൾ എന്താ പറയുക സംഭവം എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ആ സമയത്ത് നമ്മളൊരു ഉപകരണമാക്കി. അത് വളരെ സന്തോഷകരമായ സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി വലുതാണ്. ഞാനത് ഒത്തിരി കഷ്ടപ്പെടുക. ഒരു സഹായം കിട്ടാൻ ചിലപ്പോൾ നമ്മൾ ഓരോ വീടുകളുടെ വാതിക്കാൻ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. അവർ മനഃപൂർവ്വം ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരാൾ പറയും ഇന്ന സ്ഥലത്ത് ചെല്ലും നിങ്ങളെ സഹായിക്കും. നമ്മൾ അവിടെ ചെന്ന് മണിക്കൂറുകളോളം വെയിലത്ത് തന്നെ നിൽക്കുക. അവർ ഗേറ്റ് തുറക്കുമ്പോഴേ ചാടി അകത്ത് കയറി വേണം, കാര്യങ്ങൾ പറഞ്ഞു വേണം. അവർ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മളെ കണ്ടില്ല എന്ന് വരും. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വരുന്ന സമയം നോക്കി നിൽക്കണം. ആ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ വണ്ടി ഓടിച്ചെല്ലും, ചെന്ന് കാര്യങ്ങൾ പറയും. ചിലർ സന്തോഷത്തോടെ സ്വീകരിക്കും, ചിലർ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ അത് പ്രശ്നമൊന്നുമില്ല. ആ ഒരു 5000 രൂപയ്ക്കൊക്കെ വേണ്ടി ചിലപ്പോൾ 3 മണിക്കൂർ ഒരേ വെയിൽ നിന്നുകൊള്ളു. ഒരിക്കലും ഒരാൾ ബസ്സിൽ വാഴ റോഡിൽ കൂടെ കുറുമനാടത്തിന് മറ്റേ പോകുന്നു. അദ്ദേഹം ബസ്സിൽ ഇരുന്ന് കണ്ടു. അദ്ദേഹം കുറുമനാടത്തിന് വീട് തിരിച്ച് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂർ തിരിച്ച് ബസ്സിൽ പോരുമ്പോഴും ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ടേ. നിനക്ക് എന്തുവാ വട്ടാണോ? നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ചുട്ട് വഴുത്ത വെയിലത്ത് ആ വാതിക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും കണ്ടു, ഇങ്ങോട്ട് പോകുമ്പോഴും കണ്ടു. ഞാൻ പറഞ്ഞു, ആ ഒരു ഗേറ്റ് തുറന്ന് അദ്ദേഹം പോകുന്നതിന് ഇപ്പുറം കയറി ചെന്നില്ലെങ്കിൽ നമുക്ക് സഹായം കിട്ടത്തില്ല. അപ്പം സങ്കടവും തോന്നും, ദൈവം ഞാൻ എന്തിനാ ഈ വിഷമമൊക്കെ അനുഭവിക്കുന്നത്. പണ്ടൊരിക്കലും ഒരു വീട്ടിൽ ചെന്ന് ഒരാളെ കാണാൻ ചെന്നു. അദ്ദേഹം ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാം, നാട് മുഴുവൻ കള്ളന്മാരാ. പക്ഷെ എന്നെ പറഞ്ഞു വിട്ട ആൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അദ്ദേഹം മോശക്കാരനായിട്ടൊന്നുമല്ല. പക്ഷെ അദ്ദേഹം എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു വിട്ടു. ഞാൻ നിങ്ങൾ തിരിച്ച് വളരെ സങ്കടത്തോടെ വണ്ടിക്ക് അടി ഓടിച്ചാൽ മ്യൂസിയോമി വന്നു. ഒന്ന് സിസ്റ്റർ നയോമി എന്ന് പറഞ്ഞ അമ്മ അവിടുത്തെ മദറെ. അപ്പം അമ്മ ചെന്ന പറ്റി ഭിന്നിച്ച മുഖമൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അമ്മയെ ഇങ്ങനെ സ്ഥലത്ത് പോയത്, അവരെന്നെ പോലീസിനെ വിട്ട് പിടിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു, പക്ഷേ അവരങ്ങനെ വിളിച്ചൊന്നുമില്ല. അയാളെ ഒത്തിരി കളിയാക്കി സങ്കടപ്പെട്ടു വരിക എന്ന് പറഞ്ഞു. ബെന്നിച്ച കുറച്ച് നാൾ കഴിയുമ്പോൾ ബെന്നിച്ചിനെ തേടി ആൾക്കാർ ഈ പൈസയൊക്കെ കൊണ്ടുതരും. അങ്ങനെ ബെന്നിച്ച ഇപ്പം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. സങ്കടപ്പെടുന്നത് അമ്മ ചായയൊക്കെ കുടിപ്പിച്ച് സങ്കടമൊക്കെ മാറ്റിയാണ് വിട്ടത്. അത് ശരിക്കും ഇപ്പം അത് അന്വർത്ഥമാവുന്നുണ്ട്. പല ആൾക്കാരും നമ്മളെ തേടി വരും, ആരെങ്കിലും സഹായിക്കാനുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണോ. ഇപ്പോൾ വിദ്യാഭ്യാസ സമയമാകുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കുന്ന സമയം എൻ്റെ ഒത്തിരി കൂട്ടുകാർ പറയും അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നീ സ്പോൺസർ ചെയ്ത കൊച്ചിനെ ഞാൻ സഹായിക്കാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് 5000 രൂപ ബഡ്ജറ്റ്, അങ്ങനെ 18 കുട്ടികളെ എല്ലാ വർഷവും നമ്മൾ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഓരോ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇത് എന്തായാലും ദൈവമഹത്വത്തിനല്ലേ. ചില കുടുംബങ്ങളെ നമ്മൾ ഏറ്റെടുക്കും, അവർ എല്ലാ കാര്യങ്ങളും ഏറ്റവും ദിവസം അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ അവരൊന്ന് ചിറക് വെച്ച് പറക്കുന്നിടം വരെ അവരുടെ കൂടെ നിൽക്കും. അവർ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നിരാശകളിലൊക്കെ നമ്മൾ കൂടെ നിൽക്കും. നിങ്ങൾക്ക് എന്നാ വേണം എന്ന് ചോദിച്ച് കൂടെ നിൽക്കും. അപ്പോൾ ആ ഒരു ചേർത്ത് നിർത്തൽ അവർക്കും നല്ല കാര്യത്തിലാണ്, നമുക്ക് സന്തോഷമാണ്. നമ്മളെ അവർ വേണ്ട രീതിയിലൊക്കെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ കരുതുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. ചിറക് വെച്ച് പറപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പറഞ്ഞോളും. നമ്മൾ ചിറക് വെച്ച് കൊടുത്താൽ മതി, അവരങ്ങ് പറഞ്ഞോളും. ആ ചിറക് വെച്ച് കൊടുക്കുന്നിടം വരെയുള്ള ഘട്ടം വളരെ പാടാണ്. ആ ഒരു അവസ്ഥ വരെ നമുക്ക് എത്തിപ്പെടണം. അവർ ചിറക് വരണമെന്ന് അവർക്ക് തോന്നണം, അവരുടെ ചിറക് കിട്ടി നിന്ന് പറക്കാൻ പഠിക്കണം, അവർ പറന്നുയരണം. ആ അവസ്ഥ അവർ എത്തിക്കാൻ നല്ല പാടായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും കൂടെ നിൽക്കാറുണ്ട്. അവർ ചിറക് വെച്ച് പറപ്പിച്ചിട്ട് ഒത്തിരിയും പേര് പറന്ന് വലിയ വലിയ നിലകളിലായിട്ടുണ്ട്. അപ്പം സന്തോഷത്തോടെ നമുക്ക് പറയാൻ കുറേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറയായിരുന്നു. ഇപ്പം ഇനിയാണെങ്കിൽ പോലും ഇനിയും ധാരാളം ആളുകൾക്ക് ചിറക് വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു യത്നത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. പല സ്ഥലത്തും നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പം ആട്ടി ഓടിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. എല്ലാവരും വിശ്വസിക്കത്തൊന്നുമില്ല. കാലം ഇങ്ങനെ ആയതുകൊണ്ട് ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. സാഹചര്യങ്ങൾ അവരെ ഒത്തിരി കളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് സംശയം ഉണ്ടാകും, എന്തിനാ വന്നേ, കളിപ്പിക്കാനാണോ, ഒറിജിനലാണോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയം.
ഈ ഒരു അവസരത്തിലൊക്കെ നമ്മളെ ഒരു കള്ളനെ പോലെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പോലെയൊക്കെ ചിലപ്പോൾ കാണും. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും മദർ തെരേസ എത്ര വിഷമിച്ച് ഓരോരുത്തരുടെ മുന്നിൽ പോയി കൈ നീട്ടി ആ ചെറിയ സഹായത്തിന് വേണ്ടി പോയി നിന്നു. ഒരു തുപ്പൽ അവരുടെ കൈക്കകത്ത് തുപ്പി കൊടുക്കുന്നു, അല്ലെ അവരെ അപമാനിക്കുന്നു, അവരെ എന്നാ പറയുക മതപരിവർത്തനം വന്നാണ് അവരെ കളിയാക്കുന്നു, അവർക്ക് നാണമില്ലെന്ന് ചോദിക്കുന്നു, യൂറോപ്പിൽ നിന്ന് വന്ന് ഭിക്ഷയ്ക്കാണ് ഇവിടെ വന്നെന്ന് ചോദിക്കുന്നു. പക്ഷേ അവരന്നെല്ലാം ആത്മസംതൃപ്തി അനുഭവിച്ചത് കർത്താവിലേക്ക് തിരിഞ്ഞപ്പോഴാണ്. അപ്പം ഞാനും ഓർക്കും ഈ സങ്കടങ്ങളൊക്കെ എന്തായാലും ദൈവമേ എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതിന് എനിക്ക് തിരിച്ചു തരേണ്ട ഒരു കാര്യം ദൈവം തിരിച്ചു തരേണ്ട, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് ദൈവം തിരിച്ചു തരേണ്ട ഒരേ ഒരു കാര്യം എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളണം. ഞാൻ പലർക്കും വേണ്ടി പല ആവശ്യങ്ങളായിട്ട് പ്രാർത്ഥിക്കും, അതങ്ങ് ചെവിക്കൊള്ളണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം, ഒരിക്കലും നമുക്ക് ഈ സങ്കടമെന്ന സാഹചര്യങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് പറയും. എന്നെ മനപ്രയാസം വന്നാൽ ഞാൻ വീട്ടിൽ വന്ന് പറയാറുണ്ട്, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അവിടെ പറയും പോട്ടെ, വിഷമിക്കാനൊന്നുമില്ല, ഇവിടെ ഞങ്ങളുണ്ടല്ലോ, ഇനി ഒന്നിനും വിഷമിക്കുന്ന സ്ഥലത്ത് പോകണ്ട. ചില ആളുകൾ പറയുമ്പം സങ്കടം വരുന്ന ഒരു കാര്യം അവർ പറയുവേ, ഈ കിടപ്പുരോഗിയുടെ വീട്ടിൽ ഒരു ആടിനെ വളർത്തിക്കൂടെ, അപ്പോൾ ഒരു പട്ടിയെ വളർത്തിക്കൂടെ, ഒരു കോഴിയെ വളർത്തിക്കൂടെ, അവർക്ക് നമ്മൾ എപ്പോഴും എന്തിനാണ് കൊടുക്കുന്നത്? സത്യത്തിൽ അവർക്ക് കോഴിയെ വളർത്താനുള്ള ആരോഗ്യമില്ല, ആടിനെ വളർത്താനുള്ള കപ്പാസിറ്റിയും ഇല്ല, ആടിൻ്റെ പുറകെ ഓടാൻ കൂടെ നിൽക്കുന്ന ആൾക്ക് പറ്റത്തില്ല. അപ്പോൾ അവർ നമ്മളോട് ശരിക്കും പൈസ തരത്തുമില്ല, അല്ലെങ്കിൽ സഹായിക്കത്തുമില്ല. അവർ നമ്മളെ ആവശ്യപ്പെടും, വിമർശിക്കുകയും ചെയ്യും, നമുക്ക് അഡ്വൈസും തരും. ചിലർ പറയും സ്വർഗത്തിൽ നിന്ന് അങ്ങനെയൊന്നും പോകത്തില്ല, സ്വർഗത്തിൽ പോകാനാണ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടേ എന്ന് പറയും. നമ്മൾ സ്വർഗത്തിലോട്ട് പോകാനല്ലല്ലോ പ്രശ്നം, ഇവിടെ ഭൂമിയിൽ ഈ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കല്ലേ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നത്. ചില വിമർശനങ്ങൾ വേണം നമുക്ക്, പക്ഷെ ആ വിമർശനങ്ങൾ ഒരു എന്നാ പറയുക, കരിവാരത്തേക്കാളും വ്യക്തിഹത്യയാകുമ്പോൾ നമുക്ക് സങ്കടം വരും. ഞാൻ സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞല്ലോ, ആ സാധാരണ മനുഷ്യൻ്റെ ചിന്ത എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഈ കരച്ചിലും സന്തോഷത്തിലും ദൈവത്തിലോട്ട് നോക്കും. വിഷമിക്കാനുണ്ടോ കർത്താവ്, സങ്കടം വരുന്നല്ലോ. ചിലപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് കരഞ്ഞിട്ടുണ്ട് പലതവണ, സങ്കടം കൂട്ടിയിട്ട് നമുക്ക് കരച്ചിൽ വരും, ദൈവമേ ഒറ്റപ്പെടുന്നല്ലോ, അവമാനിക്കപ്പെടുന്നല്ലോ, എൻ്റെ ചിന്തയ്ക്കകത്ത് എന്തൊക്കെ നന്മ ചിന്തിച്ചിട്ടും എനിക്കിതാണല്ലോ കിട്ടുന്നത്. ചിലപ്പോൾ അതിവേദന, ഉറങ്ങാൻ പറ്റാത്ത വേദന വരുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഒന്നും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, എത്രയോ ദിവസങ്ങൾ വേദന കൂട്ടി ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. ഇനി എന്ത് വേദന പ്രയാസം വന്നാലും ഫോൺ ചെയ്താലും സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ, ഒരു ആശ്വാസമുണ്ട്. അന്നത്തെ അവസ്ഥ എന്നുള്ള വ്യത്യാസമാണ് ഇപ്പം. ആ ഒരു സന്തോഷത്തിലാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഗുണം കിട്ടണം. ആ ഗുണം ദൈവത്തിനോട് തിരിയാൻ്റെ അവസരം ഉണ്ടാവണം അവർക്ക്. എന്നെ ദൈവം സഹായിച്ചു എന്ന് അവർക്ക് പറയാൻ തോന്നണം. അങ്ങനെയാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറയായിരുന്നു. പിന്നെ പ്രസിലേക്ക് ചിന്തിക്കുമ്പോൾ, പ്രസിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഓരോ വ്യക്തിയും ഭിന്നശേഷിക്കാരാണ്. അവർക്കെല്ലാവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പ്രസ് ഒരു സന്തോഷകരമാണ്. അവർ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും സന്തോഷമാണ് പ്രസിലേക്ക് വരുന്നത്. അവിടെ വന്നാലാണ് അവർക്ക് ശരിക്കും അവരുടെ ലോകം. അവരുടെ വീടുകളിലെ അമ്മയും മാതാപിതാക്കൾ പറയും, ഇവിടെ വരുമ്പോഴാണ് അവർക്ക് സന്തോഷം, ഇവിടെ വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാൽ മടിയാണ്. അവൾ അവിടെ വന്ന് ഒരു മിണ്ടാട്ടമില്ല, മൂലയ്ക്ക് തന്നെ ഇരിക്കും. ആ ആൾ ഇവിടെ വന്ന് ഭയങ്കര ആക്റ്റീവാണ്, വെള്ളം എടുത്ത് തരുന്നു, അവിടുത്തെ ജോലികൾ ചെയ്യുന്നു, തൂത്തുവാരുന്നു, വൃത്തിയാക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ ജോലികൾ ചെയ്യുന്നു, വരുന്ന ആൾക്കാർക്ക് കുടിക്കാനോ ആ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അത് ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരും. ഞാൻ കഴിക്കുന്നത് തന്നെ എൻ്റെ ഓഫീസിലുള്ളവർ കഴിക്കുന്ന നിർബന്ധമായിരുന്നു, അന്നും ഇന്നും. അന്നൊരു സമയത്ത് 10-14 പേരൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ. അതെല്ലാം മരി ഉണ്ടാക്കി നല്ല അന്നാന്ന് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെ, കറി ചോറും എല്ലാം ചൂടോടുകൂടി തന്നെ അവിടെ തന്നെ എല്ലാവരും, ഞാൻ കഴിക്കുന്ന എല്ലാവരും കഴിക്കണം നിർബന്ധം. അതെത്തിക്കും. ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കും. അവിടെ കുശലം അന്വേഷിച്ച് എല്ലാവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇന്നും അനുഭവിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാണല്ലോ. പങ്കുവെക്കുമ്പോഴാണ് അത് ആഹാരമായാലും സന്തോഷമായാലും എല്ലാം പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം കിട്ടുക. ആ സന്തോഷം നന്നായിട്ട് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളെന്ന് പറയായിരുന്നു.